ഹായ് ഹലോ നമസ്കാരം. അമ്പു ഹാൻഡ് എംബ്രോയ്ഡറിക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എംബ്രോയ്ഡറി ക്ലാസ് അല്ല ചെയ്യുന്നത്, നമ്മളൊരു പെയിൻറ് ക്ലാസ്സാണ് ചെയ്യുന്നത്. അതിന് നമുക്കൊരു പഴയ സെറ്റ് സാരി എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കരയുള്ള. ഈ പെയിൻറ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടീപ്പോയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മീതെ നമ്മൾ കടലാസ് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പെയിൻറ് ചെയ്യുമ്പോൾ എപ്പോഴും കടലാസ് വിരിച്ചതിന് ശേഷം ഫാബ്രിക് ഇട്ട് കൊടുത്തൊക്കെയാണ് ചെയ്യേണ്ടത്. പെയിൻറ് ചെയ്യാൻ ഫാബ്രിക് പെയിൻറ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഞാനൊരു കരിഞ്ചുവപ്പ് കളറാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ സെറ്റ് മുള്ളിൻ്റെ അറ്റത്ത് എംബ്രോയ്ഡറി വരുന്നത് കരിഞ്ചുവപ്പ് ആയതുകൊണ്ടാണ് കരിഞ്ചുവപ്പ് കളറ് എടുത്തത്. നമ്മളിന്ന് പെയിൻറ് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് കൊണ്ടാണ്. നമ്മൾ പോൾക്ക ഡിസൈനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു റൗണ്ട് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരറ്റ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് റൗണ്ടിൽ നമ്മൾ ചെത്തി മിനുക്കി നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ എടുക്കുക. റൗണ്ട് ഷേപ്പ് ആവണമെന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുപ്പിയുടെ മൂടി എന്തെങ്കിലും വെച്ച് അമർത്തി അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. ഞാൻ പെയിൻറ് കരിഞ്ചുവപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പെയിൻറ് കുപ്പിയുടെ മൂടിയിൽ തന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏകദേശം ഇത് മുക്കാനുള്ള വലിപ്പത്തിലുള്ളൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ എടുക്കുക. പെയിൻറ് ഇതിൽ മുക്കിയ ശേഷം പെയിൻറ് ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ അമർത്തി പ്രസ് ചെയ്യുക. കണ്ടോ, റൗണ്ട് വന്ന് കണ്ടോ. ഞാൻ നേരെയാണുള്ള ഡിസൈൻ കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഇവിടെ ആയിട്ടൊരു ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ പക്ഷെ നേരെയാണ് ചെയ്യുന്നത്. പെയിൻറ് മറ്റു തുണികളിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പെയിൻറ് ചെയ്ത സാരി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാതെയും ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ അടിയിൽ നമ്മളിത് പെയിൻറ് ചെയ്തത് ആയിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ അത് സാരിയുടെ അടിയിൽ പിടിക്കുന്നതാണ്. കണ്ടോ, കറക്റ്റ് വൃത്തത്തിലുള്ളത് കിട്ടിയിട്ട് കണ്ടോ. ഇനിയിപ്പോൾ കറക്റ്റ് വൃത്തത്തിലുള്ളത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പെയിൻറ് മേടിക്കാൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു സീറോ പെയിൻറ് ബ്രഷും കൂടെ മേടിക്കുക. ആ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഈ പെയിൻറ്റിൽ മുക്ക് ചെയ്ത് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, റൗണ്ട് ആയിട്ടില്ലെങ്കിൽ കേട്ടത് നല്ല കറക്റ്റ് റൗണ്ടാണ്. എന്നാലും കണ്ടോ, ഇതിൻ്റെ ഇടയിൽ പെയിൻ്റൊന്നും പെട്ടിട്ടില്ലെങ്കിൽ കണ്ടോ, പെയിൻറ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പെയിൻറ്റിൽ മുക്കി ആവാത്ത ഭാഗത്തൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനും എടുക്കാം. അതുകൊണ്ട് പെയിൻറ്റ് മേടിക്കാൻ പോകുമ്പോൾ തന്നെ ബ്രഷ് മേടിക്കേണ്ടതാണ്. ഇനി ക്ലിയർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ മീതെ ഒന്നും കൂടെ അമർത്തി കൊടുക്കണമെന്ന് ഒന്ന് ഉണങ്ങിയ ശേഷം ഒന്നും കൂടെ ഇതുപോലെ പ്രസ് ചെയ്ത് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇത് നന്നായി ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ക്ലിയർ ആയി വന്നില്ല ഒന്നും കൂടെ ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചത് ക്ലിയർ ആക്കി കൊടുക്കാം. റൗണ്ട് ആയിട്ടില്ലെങ്കിൽ റൗണ്ട് ആക്കി കൊടുക്കാം. ഇത് പക്ഷേ നല്ല റൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ നമുക്ക് പഴയൊരു സെറ്റ് സാരി നല്ല പുത്തൻ പോൾക്ക ഡിസൈനായിട്ട് നിമിഷ നേരം കൊണ്ട് ചെയ്യാം. കാരണം ഇത് നമ്മൾ നല്ല ലോങ് ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പേപ്പർ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ വെയിലൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് നമുക്കിപ്പോൾ 2-3 ദിവസം എടുക്കേണ്ടി വരും. കാരണം വെയിലില്ലല്ലോ. നമ്മൾ ഫാനിൻ്റെ അടിയിൽ വെച്ച് 2 ദിവസം ഉണങ്ങിയ ശേഷം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് നാളെ ഒരു പുതിയ പെയിൻറ്റിങ് ക്ലാസ്സായിട്ട് കാണാം. അതുവരേക്കും ബൈ.